லைக் எந்த தீட்ட இது இவட இந்த மாறிகள் நான் மாற முடியாதுங்க. ஸோ கை கொண்டு இடிச்சோன்னே பேர் சொல்லிச்சு. இப்போ நான் என் பேர் பறந்து அவரு பேர் சொல்லிச்சு. பேர் சொல்ல முடியாது. ஒரு லீடரை கூட்டிட்டு வந்தேன். அதுக்கப்புறம் லீடர் இருந்த அப்புறம் நான் ஃபேமிலின்னு சொல்லி லீடர் அப்புறம் വണ്ടി എടുത്തോട്ടെ വണ്ടി എടുത്തോ പേരെന്താ ജോർജ് ഗ്യാങ് പേരെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ റൂൾസ് ഉണ്ടോ? ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. ഡെസ്ട്രോ നീയാണോ വള്ളി എടുക്കുന്നത് അവരാണോ വള്ളി എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. കേക്കാവോ? റേഡിയോ ഡെസ്ട്രോ അല്ല കേക്കാവോ? എന്നാടാ ഡെസ്ട്രോ? കാര്യങ്ങൾ കൂടി ഉണ്ട്. എല്ലാം കൂടി മിക്സ് മനസ്സിലായി. എടാ ഡെസ്ട്രോ നീ പോയി വള്ളി എടുക്കുന്ന കേസല്ല, ഇങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കിയാ മതി. എടാ ഡെസ്ട്രോ സംഭവം എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മള് ചുമ്മാ നിന്നിട്ട് എന്ത് കാര്യം എന്താന്ന് പറയാ? ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. ഇത് സ്റ്റാലിൻ വിളി അവനക്കറിയാം. സ്റ്റാലിൻ ഉണ്ടോടാ? സ്റ്റാലിൻ എന്ത് പറ്റടാ? ഞാൻ വന്നപ്പോ സംസാരത്തിലായിരുന്നു രണ്ടുപേരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവൻ പേര് വെച്ച് അവൻ മാലിക് എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബത്തിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എന്തോ അത് പറഞ്ഞില്ല, പറയത്തില്ല, എല്ലാം അറിയണമെന്നുള്ള മറ്റേ സംസാരിച്ചു. അപ്പൊ ഡെസ്ട്രോ എടുത്ത് പേര് വെച്ച്. അപ്പൊ ഡെസ്ട്രോ പറഞ്ഞു നിനക്കെല്ലാം അറിയണമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയിൽ ഇവൻ പേര് വിളിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു നിനക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിന്റെ ലീഡറിനെ വിളിച്ചോണ്ടോ, അപ്പൊ പേര് പറയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഞാൻ ഫാമിലിയാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലോന്ന് വെച്ചു. നമ്മള് നിന്റെ അടുത്ത് ഫാമിലി അടുത്ത് പേര് പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ തന്നെ അവൻ റേഡിയോയില് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ കോള് കൊടുത്തു. ഞാൻ കേട്ടത് ഇടയിലാണ് ഞാൻ വന്നത്. എനിക്കൊന്ന് എന്തിപ്പോ പറഞ്ഞത്? അതെ നിങ്ങള് സംസാരിച്ച് എന്താ സോൾവ് ചെയ്യാൻ നോക്കും. അതാ എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ സോൾവ് ചെയ്തിട്ട് പിന്നെ കൊടുക്കാം നമുക്ക്. എന്തേലും ഉണ്ടെങ്കിൽ അതാ സംസാരിക്കടാ. ആരെങ്കിലും വന്ന് രണ്ടെണ്ണം ഒന്ന് സംസാരിക്കും. ഞാൻ ആ ടിജിയുടെ മെമ്പറിലേക്ക് കൂടെ വന്നോണ്ടിരിക്കുന്നു. ജോസൂട്ടി എന്ത് സീനൊന്നും ഇല്ല. ഇവൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഗാംഗിൽ എടുത്തിട്ട് പേര് ചോദിച്ചു. അപ്പൊ പേര് ചോദിച്ചപ്പോ അവന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവന്റെ അടുത്ത് പേര് ചോദിച്ചത് ഇവൻ പറഞ്ഞു നീ എന്റെ ലീഡറിനെയും കൂട്ടിക്കൊണ്ടുപോവാ, എന്നാലും പേര് പറയാൻ പേര് ചോദിച്ചു കഴിഞ്ഞിട്ട് ഗ്യാങ് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവന്റെ അടുത്ത് തിരിച്ചു വെച്ച് പോകാൻ പറഞ്ഞു ചോദിച്ച പേര് വെച്ചപ്പോ அது ஃபர்ஸ்டே சொல்லிட்டாரு. அது இல்லாத டெஸ்டோ நல்லா அறியா டெஸ்டோன் அவனுக்கு அப்புறம் தெரியும். டெஸ்டோன் அவனுக்கு அப்புறம் தெரியும். நான் பேர் சொன்னேன். அவன் பேர் சொன்னேடா. அடா எனக்கு நீ யாரு வெயிட்டடா ஜஸ்ட் സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. வருது அப்படியே அடிச்சு பூமிக்குள்ள பாத்து பேசு சரியா? குட்டி கொஞ்சம் மாதிரி பேசிட்டு இருக்கணும். ஏன் அடுத்து பேசுற കൂളായിട്ട തമ്പി കൂളായിട്ടറി. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വെച്ചെന്നാ. അപ്പൊ ആദ്യം പേര് വെച്ച് നമ്മളങ്ങോട്ട് പേര് വെച്ചപ്പോ പേര് പറഞ്ഞു. അപ്പൊ നമ്മള് ഗ്യാങ് ഏതാന്ന് വെച്ചു. അപ്പൊ അവനത് പറഞ്ഞില്ല. ഇവന്റെ ഡ്രസ് എടുത്ത് ബ്രോ നമ്മള് നിന്നോട് ചോദിച്ചു ഗ്യാങ് ഫാമിലി ആണോ ഗ്യാങ് ആണോ ചോദിച്ചു. അതിന്റെ അതൊന്നും മൊത്തം അങ്ങോട്ട് ഇവര് നമ്മള് നേരത്തെ പരിചയം ഉണ്ടല്ലേ? പേരെന്താ ബ്രോന്റെ? இல்ல இடிக்குது ப்ரோ. ബ്രോന്റെ പേരെന്താ? மாலிக்
പേര് ഗ്യാങ്ങിൽ ചോദിച്ചാ പേര് പറയണം ബ്രോ, അത് ഇവിടത്തെ ഇതല്ലേ. ബ്രോ ഗ്യാങ് பேரு ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ല. அது ஃபர்ஸ்ட் நான் பேரு கேட்கும்போது ஒரு லீடரை கூட்டிட்டு வந்தா சொல்லுச்சு என்கிட்ட. ആടാ നീ പേര് ചോദിക്കുമ്പോ തന്നെ ഞാൻ പറയാം നിന്റെ ലീഡറെ കൂട്ടിട്ടോ ഞാൻ എന്റെ പേര് പറയാം. அதான் எந்த பேர் ചോദിച്ചു, நான் திருச்சி உன் பேர் ചോദിச்சேன். அதுக்கு என்ன லீடரை கூட்டிட்டு வந்துட்டேன். இல்ல அதுக்கு முன்னே ബ്രോനോട് ആദ്യം പേര് ചോദിച്ചു, ബ്രോ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫാമിലിയിലാണോന്ന് ചോദിച്ചു. ബ്രോ நீ ചോദിച്ചില്ല ബ്രോ, ചോദിച്ചല്ല ബ്രോ. ഞാൻ ചോദിച്ചല്ലോ പറഞ്ഞു എന്നോട്. നീ അല്ല ബ്രോ. ആരെ ചോദിച്ചെന്ന് ഫാമിലി ആണോ ഫാമിലി ആണോ നമ്മൾ ചോദിച്ചു. ഞാൻ രസം ഉണ്ടായിരുന്നു അവിടെ. സിറ്റുവേഷൻ പറയുന്ന അവനോട് ചോദിച്ചിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. നമ്മള് ചോദിച്ച ബ്രോ കാര്യം പറഞ്ഞില്ല നമ്മളെ പേര്. എന്തെങ്കിലുണ്ടോ പ്രശ്നമുണ്ടോ ജോസൂട്ടി എന്തെങ്കിലും? അല്ല ഇത് ഇവന്റെ സംഭവം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇപ്പൊ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവരങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ, മനസ്സിലായില്ലേ? ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ ചോദിച്ചോണ്ടല്ലേ ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് വാ എന്നിട്ട് പേര് പറയാന്ന് പറയേണ്ട കാരണം. മനസ്സിലായി? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിന്റെ ആ ലോജിക്ക് അവിടെ ഇതാവത്തുള്ളൂ. അല്ലടാ അവൻ പേരല്ലേ ചോദിച്ചത്, മനസ്സിലായി? അല്ല ജോസൂട്ടി ജസ്റ്റ് ആലോചിച്ച് നോക്ക്. പേര് ചോദിക്കുമ്പോ തന്നെ നമ്മളെ പറയണം ഗ്യാങ് ലീഡറിനെ കൂട്ടിയിട്ട് വാ. സിറ്റി സെന്റർ ചോദിക്കില്ലല്ലോ. അവൻ ഫാമിലി പേര് ചോദിച്ചപ്പോ അവൻ ഫാമിലി പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. ആദ്യമേ ഇങ്ങനെ പറയത്തില്ല, ലോജിക്കലി നോക്കുമ്പോ അങ്ങനെ ശരിയാണ്. ലോജിക്കലി നോക്കുമ്പോ നമ്മളാരും അതായത് ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് എന്നിട്ട് പേര് പറയാന്ന് പറഞ്ഞാൽ എങ്ങനെ ആരും പറയും? ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോസൂട്ടി പറഞ്ഞാല്. ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് മതി. ഓക്കെ என்னடா டிஸ்ட்ரோ ஃபுல் தமிழ்லடா நீ பேசிட்டு இருக்கு, தமிழ் மலையாளம் வந்து தெரியாதடா. നീ അണ്ണന് പ്രഷർ കൊടുക്കണം നമ്മളെ. അതാ നാളെ കൊടുക്കണം. കൊടുക്കാനുള്ളൊക്കെ പയ്യെ കൊടുക്കാം. അതെ ഇപ്പൊ നമുക്ക് സമയമില്ലാതെ ഇപ്പൊ എല്ലാരും ടർഫ് ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോ അറിഞ്ഞൂടല്ലോ. ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോ അറിഞ്ഞൂടാ. എനിക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. 10:15 ഓക്കെ. പിന്നെ ഗ്യാങ് ഇല്ലാത്തവർക്ക് ഇത് കൺസേൺ അല്ലല്ലോടാ. നമുക്ക് ഗ്യാങ് ഒക്കെ ഉള്ളതുകൊണ്ട് സിറ്റിയിൽ കയറി. ഹലോ പറയടാ വാസടാ, ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ട് സിറ്റിയില്. സിറ്റുവേഷൻ ആയോ? ചെറിയൊരു സംസാരമായി. ഇന്ന് നമ്മളെ ആളുണ്ടോ അതിന്? അല്ല അവന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് സംസാരമായത് ഇങ്ങോട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒഴിവാക്കി വിട്ടതാ. പക്ഷെ അവന്മാരിപ്പൊ ആളെ കയറി നിക്കണമെന്നാണ് അറിഞ്ഞത്. മടിക്കാൻ വേണ്ടിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിട്ടതാ. എന്തുവാ TG ആയിട്ട് സംസാരമായി ബ്രാവോ. ഇതായിട്ട് ഡെസ്ട്രോയും അതിന്റെ അകത്തുള്ള മാലിക്കോ സംതിങ് ആണോ? അതൊന്ന് സെറ്റ് ആക്കണേ. ഇപ്പോഴോ? ഇന്ന് കേറ്റാന്നാ പറഞ്ഞേ. ഇതെന്താ സെർവർ അല്ലേ പാപ്പ? യു ആർ നോട്ട് വൈറ്റ് ലിസ്റ്റഡ് എന്ന് കാണിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? നമ്മുടെ സെർവർ ഏത് സെർവറാണ്? ഞാൻ വേറെ ഏത് സെർവർ കളിക്കണേ? അതല്ല ടെസ്റ്റ് ആണോ വേറെ സെർവറിലാണോ കയറിയെന്നാ ഉദ്ദേശിച്ചത്. കണക്ഷൻ റിജക്റ്റഡ് ബൈ ഡൈനാമിക് സെർവർ, യു ആർ നോട്ട് വൈറ്റ് ലിസ്റ്റഡ് എന്ന്. ഇന്നലെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ ഭംഗിയത്. ഇതിലേതോ ഒരെണ്ണം ഊരുമ്പോ ഈ ബാഗ് ഇന്നലെ ഞാൻ 2 കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ഇന്നലെ അടിക്കാൻ പോയത്. ചന്ദ്രനെ വേണ്ടി അടിക്കാൻ പോയത്. റഫർ വിചാരിക്കണമാ. ഹലോ കേക്കാവോ? ഹലോ കേക്കുന്നില്ലേ? വോയിസ് ചാറ്റ് അവൻ പോയോ? ഹോസ്റ്റേജ് എന്നെ ഹോസ്റ്റ് എടുക്കും.
ആ കേക്കാം കേക്കാം കേക്കാം. ഒന്ന് ട്രാക്ക് ചെയ്യണം, 2 വണ്ടിയിലുണ്ട്. ആ ഓക്കെ. ഹലോ എടാ എല്ലാരും എവിടെ? TG ഒക്കെ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് എന്താണ്? അമ്മമാര് പോയല്ലോ. ദൈവമേ, ഇതാണോ വണ്ടി? ഇതാണ് പണിതപ്പെട്ടത്, പണിത് കിട്ടിയ കണ്ടീഷൻ. ഇത് ഏത് വണ്ടി? ഇത് ലിവറി വന്നിട്ട് ലിവറി ഒന്നും ഇല്ല, ലിവറി ഒക്കെ എടുത്ത് കളഞ്ഞു. ഒന്നിറങ്ങാവോ? അല്ല ഇത് ഏതാ